PV അൻവറിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ തിരിച്ചടിയേറ്റ മറ്റൊരു രാഷ്ട്രീയ നേതാവും ഈ അടുത്ത കാലത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. പണവും തൻ്റെ ഇടവും മാത്രമാണ് ഏതിൻ്റെ ഒരു ചാലക ശക്തി എന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിത്തിരിച്ച ഒരാളാണ് ശ്രീ PV അൻവർ. വ്യക്തിജീവിതത്തിൽ ഇതുകൊണ്ട് പലതും ഈ കാലയളവിൽ അൻവർ നേടിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുവാൻ ഇത് മാത്രം പോരല്ലോ, അത് അൻവർ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തുചാട്ടം ഒരു രാഷ്ട്രീയ നേതാവിന് ഒട്ടും ഭൂഷണമല്ല താനും. കൂട്ടത്തിൽ തന്ത്രവും കുതന്ത്രവുമൊക്കെ പയറ്റിയല്ലേ പറ്റൂ. ഇവിടെ അൻവർ തന്ത്രത്തേക്കാൾ കൂടുതൽ പയറ്റുന്നത് കുതന്ത്രമായതിനാലാവാം ഒന്നിനു പുറകെ ഒന്നായി അൻവറിനിപ്പോൾ തിരിച്ചടി മാത്രം നേരിടേണ്ടി വരുന്നത്. മലപ്പുറം ജില്ലയിൽ സ്വതന്ത്രനായി നിന്ന് രാഷ്ട്രീയ രംഗപ്രവേശനം നടത്തി ഒടുവിൽ ഇടതുപക്ഷ സ്വതന്ത്രനായി പ്രത്യേകിച്ച് CPMൻ്റെ പിന്തുണയോടുകൂടി 2 തവണ MLA ആയി നിലനിന്നുകൊണ്ട് നേടാവുന്നതൊക്കെ നേടിയതിനു ശേഷം തൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഇടതുപക്ഷ സർക്കാർ കൂട്ടുനിൽക്കില്ല എന്നൊരു പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് പിണറായി വിജയനെയും അങ്ങനെ തെറി വിളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നും CPMുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപേക്ഷിച്ച് അൻവർ പുറത്തേക്ക് ചാടിയത്. അപ്പോഴും അൻവറിന് ഉണ്ടായിരുന്നൊരു വിശ്വാസം തന്നെ ഇരുകൈകളും നീട്ടി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുമെന്നായിരുന്നു. അതിനുവേണ്ടുന്ന പ്രാരംഭ ചർച്ചകളൊക്കെ അൻവറിൻ്റെ ബന്ധവൈരികളായി ഒരു കാലത്ത് നിലനിന്നിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകളുമായി അദ്ദേഹം നടത്തിയിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെയും കൂട്ടരുടെയും ആ രഹസ്യ പിന്തുണയുടെ പിൻഫലത്താലാണ് പിണറായി വിജയനെതിരായിട്ടുള്ള യുദ്ധം അത് അൻവർ പ്രഖ്യാപിക്കുകയും ഇനി പിണറായി വിജയൻ്റെ പതനം കണ്ടേ താൻ അടങ്ങൂ എന്ന് ദൃഢപ്രതിജ്ഞയൊക്കെ ചെയ്തത്. അതിനുവേണ്ടി UDF പ്രവേശനം സാധ്യമാക്കുവാൻ തൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി അനിവാര്യമാണെന്ന ഒരു ഉപദേശവും തൻ്റെ അറിവും ഒക്കെ കണക്കിലെടുത്താണ് ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള DMKയുമായി സഹകരിക്കുകയും ആ പാർട്ടിയുടെ ഒരു ഘടകം കേരളത്തിൽ അൻവറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ പിണറായി വിജയൻ്റെ ആ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ യഥാർത്ഥ DMKയുടെ നേതൃത്വമായ സ്റ്റാലിൻ അടക്കമുള്ളവർ അൻവറിനെ പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു. അങ്ങനെ DMKയിൽ കയറിപ്പറ്റി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തു പോകേണ്ടി വന്ന അൻവർ അടുത്ത ഒരു കച്ചിത്തുരുമ്പെന്ന നിലയ്ക്കാണ് ഇന്ത്യയിലെ മറ്റൊരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുവാനും അതിൻ്റെ ഒരു ഘടകം കേരളത്തിൽ തുടങ്ങുവാനും അങ്ങനെ തീരുമാനിച്ചത്. ഇതിനെല്ലാം പിന്നിൽ ഏതു വിധേനയും UDF പ്രവേശനം സാധ്യമാക്കുക എന്നത് മാത്രമായിരുന്നു അൻവറിൻ്റെ ചിന്ത. എന്നാൽ അതിനുവേണ്ടി ആളെ കൂട്ടി കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള SDPIയുടെയൊക്കെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിൽ നിന്നും കടമെടുത്ത കുറേ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമ്മേളനമൊക്കെ അൻവർ നടത്തി കാണിച്ചുവെങ്കിലും അൻവറിൻ്റെ UDF പ്രവേശനം അപ്പോഴും അനിശ്ചിതത്വത്തിലാകുകയായിരുന്നു. ഇന്നലെ വരെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന സുധാകരനും മുരളീധരനും ചെന്നിത്തലയും അടക്കമുള്ള ആളുകളുടെ ആ പരോക്ഷ പിന്തുണ ഇതിനിടയിൽ അൻവർ ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ ആ ഒരു ഒറ്റ പിടിവാശി മൂലമാണ് അൻവറിൻ്റെ UDF പ്രവേശനം സാധ്യമാകാതെ മുന്നോട്ട് പോയത്. എന്നാൽ സതീശൻ്റെ ആ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിരുന്നില്ല അത്. ആ കാര്യത്തിൽ സതീശന് സർവ്വ പിന്തുണയും കൊടുക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ തന്നെയാണെന്നത് അത് വളരെ വ്യക്തമാണ്. എന്നാൽ അൻവറിൻ്റെ UDF പ്രവേശനം ഇപ്പോൾ ശരിയാക്കാം, ഇപ്പത്തിന് ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ തീരുമാനം നീട്ടിക്കൊണ്ടുപോവുകയും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് അൻവർ തൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോൾ പുറത്തെടുത്തത്. അൻവർ രാജിവെച്ച ഒഴിഞ്ഞ നിലമ്പൂരിൽ താനോ അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ആരെങ്കിലും വേണം മത്സരിക്കുവാനെന്ന അൻവറിൻ്റെ ആഗ്രഹത്തിനാണ് ഇപ്പോൾ ഒരു തിരിച്ചടി എന്ന വണ്ണം കോൺഗ്രസിൻ്റെ സീറ്റായ നിലമ്പൂരിൽ അൻവറിൻ്റെ എക്കാലത്തെയും ശത്രുവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതോടുകൂടി അൻവറിൻ്റെ സമനില അങ്ങനെ ആകെ തെറ്റുകയായിരുന്നു. ഉടൻ തന്നെ പത്രസമ്മേളനം വിളിച്ച് VD സതീശനെയും ഷൗക്കത്തിനെയും മറ്റ് ആളുകളെയൊക്കെ വലിയ തരത്തിൽ വിമർശിക്കുകയായിരുന്നു. എല്ലാം കൈവിട്ടുപോയി എന്നൊരു തിരിച്ചറിവിലാണ് ഇപ്പോൾ അൻവർ എത്തിയിട്ടുള്ളത്. താൻ കാല് പിടിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം തൻ്റെ മുഖത്ത് ചവിട്ടുകയായിരുന്നെന്നും തന്നെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കാൻ താനെന്താ വല്ല ചൊറിയോ ചുരങ്ങോ ഒക്കെ വന്ന ആളാണോ എന്നൊക്കെ പരിതപിക്കുകയാണ് അൻവർ. എന്നാൽ അൻവർ ഒരു സമയത്ത് വലിയ വിമർശനങ്ങൾ നടത്തിയിട്ടുള്ള KC വേണുഗോപാലിനോട് മാത്രമേ ഇനി താൻ ഒരു ചർച്ചയ്ക്കുള്ളൂ എന്ന് വരെ അൻവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ വേണുഗോപാൽ അൻവറിനെ ഒന്ന് ഗൗനിക്കാൻ പോലും ഇപ്പോൾ വരെ തയ്യാറായിട്ടില്ല എന്ന് വന്നതോടുകൂടി വലിയ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് PV അൻവർ. എന്നാൽ അൻവറിന് പരോക്ഷ പിന്തുണ നൽകിയിരുന്ന മുസ്ലിം ലീഗ് ഇത് അൻവറിനെ പിണക്കരുതെന്നും
ഉപതെരഞ്ഞെടുപ്പിലെ വിജയമാണ് ഇപ്പോൾ പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ എങ്ങനെ രമ്യമായി പറഞ്ഞു തീർക്കുവാൻ ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന നിലയ്ക്ക് നിലമ്പൂർ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു സീറ്റ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവറിന് നൽകണം, അൻവറിൻ്റെ പാർട്ടിക്ക് നൽകണമെന്നും അങ്ങനെ ഒരു ധാരണയിലെത്തണമെന്ന് നിർദ്ദേശിക്കുകയുമാണ്. അവിടെയും മുസ്ലിം ലീഗ് പയറ്റുന്ന തന്ത്രം ഇപ്പോൾ തങ്ങളുടെ കൈവശമുള്ള ഒരു സീറ്റ് അൻവറിൻ്റെ പാർട്ടിക്ക് നൽകാമെന്നും അതിനു പകരം കോൺഗ്രസിൻ്റെ കൈവശമുള്ള ഒരു സീറ്റ് ലീഗിന് മറ്റെവിടെയെങ്കിലും തിരിച്ചു നൽകണമെന്നാണ്. എന്നാൽ അങ്ങനെയൊരു ചർച്ച തന്നെ വേണ്ടെന്നാണ് ഇപ്പോൾ സതീശനും നിയുക്ത കോൺഗ്രസ് പ്രസിഡന്റായ സണ്ണി സ്റ്റീഫനും അതേപോലെ തന്നെ വേണുഗോപാലും ഒക്കെ അവർ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അൻവറിനെ ഒരു കാരണവശാലും താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം UDF പ്രവേശിപ്പിക്കില്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത പോലെയാണ് VD സതീശൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ടാണ് PV അൻവർ വീണ്ടും ഇന്ന് സതീശനെതിരായി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. സത്യത്തിൽ അൻവറിൻ്റെ ഗതി അധോഗതിയായി മാറുകയാണ്. ആരൊക്കെയോ വിശ്വസിച്ച് പിണറായിയെയും വെല്ലുവിളിച്ച് ഇടതുപക്ഷവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പുറത്തേക്ക് വന്നപ്പോൾ താൻ പ്രതീക്ഷ അർപ്പിച്ചിരുന്നവർ ഇപ്പോൾ കാലുമടക്കി തൊഴിക്കുകയാണ്. താൻ വിശ്വസിച്ചവരെല്ലാവരും തന്നെ കൈവഴിയുന്നു. യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിയുവാൻ പറ്റാതെ അങ്ങനെ ഇരുട്ടത്ത് നിൽക്കുകയാണ് PV അൻവർ. UDF പ്രവേശനം സാധ്യമല്ല എങ്കിൽ ഒരു രാഷ്ട്രീയ ആത്മഹത്യയുടെ വക്കിലാകും PV അൻവർ എത്തുക. എന്നാൽ അൻവറിനെ ഇടതിനും വേണ്ട വലതിനും വേണ്ട എന്നൊരു സ്ഥിതിവിശേഷം വന്നാൽ അടുത്ത പോംവഴി എന്തെന്ന് അൻവറും കൂട്ടരും ഇപ്പോൾ ചിന്തിക്കുകയുമാണ്. അതിന് കൂടെയുള്ള ചില ആളുകളെങ്കിലും മറ്റൊരു ഫോർമുല കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അൻവർ ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കുകയും BJP നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിൽ അൻവർ NDA പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നുള്ളതാണത്. എന്നാൽ നിലവിൽ BJPയോ NDAയോ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിലമ്പൂരിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു സ്ഥിതിക്ക് ഈ ആശയത്തിന് പ്രസക്തി ഏറുകയുമാണ്. അൻവറിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു രാഷ്ട്രീയ അഭയമാണ് ഇപ്പോഴത്തെ പ്രശ്നം. BJPക്കാകട്ടെ സംഘടനാപരമായി വലിയ ശക്തി പ്രാപിക്കാത്ത ഒരു മണ്ഡലം, അവിടെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകട്ടെ എന്നൊരു നിലപാടും എന്നാൽ ആര് വന്നാലും സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നൊരു സ്ഥിതിയിലാണ് ഇന്ന് കേരളത്തിലെ BJP എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വത്തിൽ വന്നതോടുകൂടി അതാണ് ഈ പാർട്ടിയുടെ അവസ്ഥയും. ഇപ്പോൾ പരമ്പരാഗത BJPക്കാരേക്കാൾ കൂടുതൽ മറ്റു പാർട്ടികളിൽ നിന്നും മറ്റു വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൂടെ കൂട്ടുവാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന PC ജോർജും മകനുമൊക്കെ ഇന്ന് BJPയുടെ പ്രധാനപ്പെട്ട വക്താക്കളായി മാറിയിട്ടുള്ളത്. ഇപ്പോൾ നിലമ്പൂരിൽ NDA സ്ഥാനാർത്ഥിയായി അവർ നിർത്തുവാൻ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി അഡ്വക്കേറ്റ് ബീനാകുമാരിയെപ്പോലും BJP നേതൃത്വം ഇപ്പോൾ സമീപിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ NDAയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ BJP നേതൃത്വം രണ്ട് കൈ നീട്ടി PV അൻവറിനെ സ്വീകരിക്കുമെന്നാണ് പലരും കരുതുന്നത്. മാത്രമല്ല അൻവറിൻ്റെ പുതിയ പാർട്ടി രൂപീകരണ വേളയിൽ അൻവറിനെ SDPI അടക്കമുള്ള ആളുകൾ അന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിൽ SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അൻവർ ഒരു സ്വതന്ത്രനായി നിന്നാൽ പോലും അൻവറിന് വേണ്ടി SDPIക്കാർ ഇനി രംഗത്ത് വരില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകാതിരിക്കുവാൻ NDA പ്രവേശനം തന്നെയാണ് മറ്റൊരു പോംവഴി എന്നാണ് അൻവറിൻ്റെ വിശ്വസ്തർ ഇപ്പോൾ അൻവറിനെ നിർബന്ധിക്കുന്നത്. കേവലം 10 മാസത്തേക്ക് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ നിലമ്പൂരിൽ നിന്നും നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന MLA സ്ഥാനം, അതിനു വേണ്ടിയിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആത്മഹത്യയാണോ അതോ രാഷ്ട്രീയ വനവാസമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലനിൽപ്പാണോ അൻവർ പയറ്റാൻ പോകുന്നതെന്ന് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നതാണ്.